വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം എത്തുന്നതിനെ കുറിച്ച് സർക്കാരിന് വിവരം ലഭിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. യൂറോപ്യൻ ഷിപ്പിംഗ് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്ന MSC അദാനി പോർട്ടുമായി ചേർന്ന് നിക്ഷേപം നടത്താൻ ഒരുങ്ങുന്നതായ വാർത്തകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ ആശങ്ക ഉന്നയിച്ചതിനെ തുടർന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നത്. എന്നാൽ ഇത്തരമൊരു നീക്കത്തെക്കുറിച്ച് അദാനി ഗ്രൂപ്പ് ഇതുവരെ സർക്കാരിനോട് ഔദ്യോഗികമായി ആലോചിക്കുകയോ അനുമതി തേടുകയോ ചെയ്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അദാനി ഗ്രൂപ്പിന്റെ ഉപസ്ഥാപനമായ അദാനി പോർട്സിന് കീഴിലെ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരികൾ യൂറോപ്യൻ ഷിപ്പിംഗ് ഭീമനായ MSC സ്വന്തമാക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം കുത്തകവൽക്കരണത്തിന് വഴി തുറന്നോ? സ്വാഭാവിക ആഴമുള്ള ഇന്ത്യയുടെ ആദ്യ മെഗാ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. ലോകത്തെ ഏത് വമ്പൻ കപ്പലിനെയും സ്വീകരിക്കാൻ അനുയോജ്യമാണെന്നുള്ളതും രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ ദൂരമേ ഉള്ളൂ എന്നുള്ളതും വിഴിഞ്ഞത്തിന് വലിയ നേട്ടമാണ്. 2015 ഓഗസ്റ്റ് മാസം 17-നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പും കേരള സർക്കാരും തമ്മിലുള്ള കരാർ ഒപ്പിട്ടത്. പദ്ധതിയുടെ നിർമ്മാണവും നടത്തിപ്പും അദാനി പോർട്സ് ആൻഡ് സെസ് ലിമിറ്റഡ് ആണ് നൽകിയിരിക്കുന്നത്. 2025 മെയ് മാസം 2-ന് തുറമുഖം പ്രവർത്തന സജ്ജമായി. കരാർ പ്രകാരം പ്രവർത്തനം ആരംഭിച്ച് തീയതി മുതൽ 40 വർഷത്തേക്കാണ്, അതായത് 2080 വരെയാണ് അദാനി ഗ്രൂപ്പിന് ഈ തുറമുഖം കൈകാര്യം ചെയ്യാൻ അവകാശമുള്ളത്. അതിനുശേഷം തുറമുഖത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം സംസ്ഥാന സർക്കാരിന് കൈമാറണമെന്നാണ് വ്യവസ്ഥ. രാജ്യത്തെ ഏറ്റവും തിരക്കുള്ളതും പ്രാധാന്യമുള്ളതുമായ തുറമുഖവുമായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം. 2025-26 സാമ്പത്തിക വർഷം 13 ലക്ഷം TEU കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞം കൈകാര്യം ചെയ്തത്. 615 കപ്പലുകൾ ഇക്കാലയളവിൽ ഈ തുറമുഖത്തേക്ക് എത്തി. ഇന്ത്യയിലെ ഏറ്റവും വേഗം 10 ലക്ഷം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത തുറമുഖം എന്ന നേട്ടം ഇപ്പോ വിഴിഞ്ഞത്തിന്റെ പേരിലാണ്. കഴിഞ്ഞ ജൂണിൽ 1000-ാമത്തെ കപ്പലും വിഴിഞ്ഞത്തെത്തിയിരുന്നു. വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡും ആഗോള കപ്പൽ ഗതാഗത കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയും തമ്മിൽ 49% ഓഹരികൾ കൈമാറാൻ നേരത്തെ ധാരണയായിരുന്നു. ഓഹരി കൈമാറ്റം സംബന്ധിച്ച് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് ആദ്യം അറിയിച്ചതെന്നും സംസ്ഥാന സർക്കാരിനെ അറിയിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുമാണ് അദാനി ഗ്രൂപ്പ് അധികൃതരുടെ വിശദീകരണം. ഇനിയും നിരവധി അനുമതികൾ ഇതിനാവശ്യമായിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാരിനെ വിവരങ്ങൾ ഔദ്യോഗികമായി അറിയിച്ച് അനുമതി തേടുക. തുടർന്ന് വിദേശ നിക്ഷേപം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ബന്ധപ്പെട്ട വിവിധ ഏജൻസികളെ അറിയിച്ച് അനുമതി തേടും. അപ്പോൾ ഇത്തരത്തിൽ അംഗീകാരങ്ങൾ എല്ലാം ലഭിച്ച ശേഷം മാത്രമേ ഓഹരി കൈമാറ്റം സാധ്യമാകൂ എന്നും അദാനി ഗ്രൂപ്പ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. 25% മുകളിലെ ഓഹരി കൈമാറ്റം ഉടമസ്ഥാവകാശ കൈമാറ്റമായി കണക്കാക്കുമെന്നാണ് വിഴിഞ്ഞത്തെ വ്യവസ്ഥ. അദാനി ഗ്രൂപ്പും MSC ഷിപ്പിംഗ് കോർപ്പറേഷനുമായി ചർച്ചകൾ നടന്നിട്ടുണ്ടാകാമെന്നും ഓഹരികൾ കൈമാറാൻ ഇരുവരെയും മുൻകൂർ അനുമതിക്കായി അപേക്ഷ സമർപ്പിക്കപ്പെട്ടിട്ടില്ലെന്നുമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ വ്യക്തമാക്കിയത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പശ്ചാത്തല ശേഷി വികസിപ്പിക്കാൻ അദാനി പോർട്സിന് കീഴിലുള്ള വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ AVPPLന്റെ 49% ഓഹരിയാണ് സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ MSC കമ്പനിയുടെ തുറമുഖ ഓപ്പറേറ്റിംഗ് വിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് അഥവാ TIL വാങ്ങുന്നത്. വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ AVPPLന്റെ $285 കോടി, അതായത് ഏകദേശം 27,000 കോടി രൂപ മൂല്യം വിലയിരുത്തി ഏകദേശം 13,270 കോടി രൂപയ്ക്കാണ് 49% ഓഹരികൾ MSC സ്വന്തമാക്കുന്നതെന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ അദാനി പോർട്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ തുറമുഖ മേഖലയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണിതെന്നും ചൂണ്ടിക്കാട്ടുന്നു. TILന്റെ ഉപസ്ഥാപനമായ മുണ്ടി ലിമിറ്റഡ് ആണ് ഓഹരി ഏറ്റെടുക്കുന്നത്. അദാനിയും MSCയുമായുള്ള ഇന്ത്യയിലെ 3ാമത്തെ തുറമുഖ സഹകരണമാണിത്. 5 ഭൂഖണ്ഡങ്ങളിലായി 100-ലധികം കണ്ടെയ്നറുകൾ ടെർമിനലുകളും വർഷം തോറും 70 ദശലക്ഷത്തിലധികം TEU ചരക്കുശേഷിയും TILനുണ്ട്.
വിദേശ കമ്പനികളുടെയും കോർപ്പറേറ്റുകളുടെയും വലിയ തോതിലുള്ള നിക്ഷേപങ്ങളും പങ്കാളിത്തവും വരുമ്പോൾ പദ്ധതിയുടെ നിയന്ത്രണം സർക്കാരിൽ നിന്നും പൂർണ്ണമായും സ്വകാര്യ കോർപ്പറേറ്റ് ശക്തികളിലേക്ക് മാറിപ്പോകുമോ എന്ന ആശങ്കയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് സബ്മിഷൻ വഴി നിയമസഭയിൽ ഉന്നയിച്ചത്. നിലവിൽ ഈ ട്രാൻസ്ഷിപ്മെന്റ് മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിലും ഈ മാസത്തോടുകൂടി റോഡ് മാർഗം ചരക്ക് നീക്കം ആരംഭിക്കാനാകും. ആ ഒറ്റയാൻ കമ്പനി നിശ്ചയിക്കുന്ന നിരക്ക് എല്ലാ വ്യവസായികളും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാകേണ്ടിയും വരും. തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് നേരത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി 5000 കോടി രൂപയുടെ ധാരണാപത്രം കേരള സർക്കാർ ഒപ്പുവച്ചിട്ടുണ്ട്. വിഴിഞ്ഞത്തത് കുത്തക വരുന്നതോടെ ഇവരുൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ വളർച്ച മുരടിക്കും. ഓഹരി കൈമാറ്റം വഴി വികസന സാധ്യത ചുരുങ്ങുകയും മത്സരക്ഷമത തകർക്കപ്പെടുകയും ചെയ്യും. മറ്റ് സാമ്പത്തിക ക്രമക്കേടുകൾക്കും വഴിവെക്കാൻ സാധ്യതയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ധൂറും നടക്കുന്ന സമയത്ത് അതീവ സുരക്ഷാ സ്ഥലമായിട്ടാണ് കേന്ദ്ര സർക്കാർ വിഴിഞ്ഞം തുറമുഖത്തെ പരിഗണിച്ചത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ താൽപര്യവും ദേശസുരക്ഷയും പരിഗണിച്ചു മാത്രമേ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് വിദേശ നിക്ഷേപം സ്വീകരിക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ വ്യക്തമാക്കി. ഏതെങ്കിലും ഒരു കമ്പനിയുടെ കുത്തകവൽക്കരണത്തിനുള്ള സാഹചര്യം സർക്കാർ സൃഷ്ടിക്കില്ല. കരാറുകളിൽ മത്സരക്ഷമത ഉറപ്പാക്കും. കുത്തകവൽക്കരണത്തിന് സാഹചര്യം ഒരുക്കാതെ പൊതു താൽപര്യത്തിന് മുൻഗണന നൽകും. നിക്ഷേപ വർധനവിന് സാഹചര്യമൊരുക്കും. ദീർഘവീക്ഷണത്തോടെയുള്ള വികസന പദ്ധതികൾക്ക് മാത്രമേ അനുമതി നൽകൂ തുടങ്ങിയ 5 കാര്യങ്ങളിൽ മുഖ്യമന്ത്രി സഭയ്ക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. വിഴിഞ്ഞത്തിന്റെ വികസനം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ഏറെ അനിവാര്യമാണ്. എന്നാൽ ആ ലക്ഷ്യത്തിലേക്കുള്ള നടപടികൾ സുതാര്യമായിരിക്കണം. പദ്ധതികളുടെ ഗുണഫലങ്ങൾ കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്താതെ സംസ്ഥാനത്തിന്റെ വികസനത്തിനും വ്യവസായങ്ങൾക്കും തുല്യമായി ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കുത്തകവൽക്കരണത്തിന് ഇടം നൽകാതെ വിപണിയിൽ ആരോഗ്യകരമായ മത്സരം ഉറപ്പാക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യത്തോട് അക്കാര്യം ഉറപ്പാക്കുമെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഉറപ്പ് ഏറെ സ്വാഗതാർഹവുമാണ്. കരാർ വ്യവസ്ഥകൾ അദാനി പോർട്സ് കൃത്യമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും വേണം. നാളെ മറ്റൊരു വിഷയമായി സ്പോട്ട്ലൈറ്റിൽ ഇതേ സമയം വീണ്ടും.